ഓസ്ട്രേലിയക്കെതിരെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങി ഇന്ത്യ. 5 വിക്കറ്റ് ശേഷിക്കെ 34 റൺസിന്റെ ലീഡ് ഓസ്ട്രേലിയക്ക്. ബുംറയ്ക്ക് 3 വിക്കറ്റ്. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ഇന്ന് ഹൈക്കോടതി. ഫണ്ടിന്റെ ഓഡിറ്റിംഗിൽ കടുത്ത അതൃപ്തിയാണ് കോടതി പ്രകടിപ്പിച്ചത്. ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണമെന്നും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പുണ്ട്. 677 കോടി രൂപ SDRF ഫണ്ടിൽ ഉണ്ടോ എന്ന് സംസ്ഥാനത്തിന് ഉറപ്പില്ല എന്നും ഹൈക്കോടതിയുടെ വിമർശനത്തിലുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എത്ര തുക ചിലവഴിക്കാൻ കഴിയും? പുനരധിവാസത്തിന് കേന്ദ്രം എത്ര പണം നൽകിയിട്ടുണ്ട്? ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് വിശദമായി അറിയിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ദുരന്ത നിവാരണ വകുപ്പിന്റെ ഓഡിറ്റ് ഓഫീസർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി. പക്ഷേ കൃത്യമായ കണക്കുകൾ ഹാജരാക്കാൻ കഴിയാത്തതാണ് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയത്. SDRFിൽ നീക്കിയിരിപ്പുള്ള 677 കോടി രൂപയുടെ കാര്യത്തിൽ വ്യക്തതയില്ല. തുക പാസ്ബുക്കിലുണ്ടാകും, ബാങ്ക് അക്കൗണ്ടിലുണ്ടോ എന്ന് സർക്കാരിന് അറിയില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. അടിയന്തര ആവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചെലവഴിക്കാനാകുമെന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിനും മറുപടി അവ്യക്തം. ഫണ്ടിൽ വ്യക്തത വരുത്താൻ 2 ദിവസം സാവകാശം വേണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. പുനരധിവാസത്തിന് 677 കോടി രൂപ മതിയായതല്ലെന്ന് ബോധ്യമുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. SDRF ഫണ്ടിൽ വ്യക്തത വരുത്താൻ വ്യാഴാഴ്ച വരെ സാവകാശം അനുവദിച്ചു. വയനാടിനു വേണ്ടി സംസ്ഥാന സർക്കാർ എത്ര തുക ചെലവഴിച്ചു എന്നതും കൃത്യമല്ലെന്ന് പറഞ്ഞ കോടതി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുമെന്നും സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. വയനാട് പുനരധിവാസ പാക്കേജ് അട്ടിമറിച്ചത് സർക്കാരാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ദുരന്ത നിവാരണ അതോറിറ്റി സമ്പൂർണ്ണ പരാജയമാണ്. കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടാൻ കൃത്യമായി റിപ്പോർട്ട് നൽകണം. റിപ്പോർട്ട് നൽകാൻ വൈകിയത് എന്തുകൊണ്ടാണെന്നും K. സുരേന്ദ്രൻ ചോദിച്ചു. ഭാരതസഭയ്ക്ക് ഇന്ന് ചരിത്ര നിമിഷമാണ്. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയരും. ഇന്ത്യൻ സമയം രാത്രി 8:30 വത്തിക്കാനിൽ നടക്കുന്ന ചടങ്ങുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഇന്ന് ഉയർത്തുന്നത്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ ജോർജ് കൂവക്കാടിനെ മറ്റ് 20 പേർക്കൊപ്പം കർദിനാളായി ഉയർത്തും. വത്തിക്കാനിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ചരിത്ര മുഹൂർത്തത്തിന് കാത്തിരിക്കുകയാണ് കേരളവും. ഇന്ത്യൻ സമയം രാത്രി 8:30 ചടങ്ങുകൾ. മാർപ്പാപ്പ ഇവരെ സ്ഥാനചിഹ്നമണിയിക്കും. 1.5 മണിക്കൂറാണ് ചടങ്ങുകളുടെ ദൈർഘ്യം. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് കൂവക്കാട്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സിറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര സംഘവും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിലെത്തി. നാളെ രാവിലെ 9:30 പഴയ കർദിനാൾമാരും പുതിയതായി സ്ഥാനമേറ്റ കർദിനാൾമാരും മാർപ്പാപ്പയ്ക്കൊപ്പം കുർബാന അർപ്പിക്കും. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് മുഖ്യ വികാരി ജനറൽ അടക്കം 12 പേരുടെ ഔദ്യോഗിക സംഘം വത്തിക്കാനിലുണ്ട്. സീറോ മലങ്കര സഭയിൽ നിന്ന് മാർ ജോസഫ് പാറേക്കാട്ട്, മാർ ആന്റണി പടിയറ, മാർ ജോർജ് ആലഞ്ചേരി, മാർ വർക്കി വിധേയത്തിൽ എന്നിവർക്ക് ശേഷം 5ാമത്തെ കർദിനാളാണ് മാർ ജോർജ് കൂവക്കാട്. സിറോ മലങ്കര സഭയിൽ നിന്നുള്ള ബസേലിയോസ് മാർ ക്ലിമീസും അടക്കം 6 പേരാണ് ഇതുവരെ കർദിനാൾമാരായ മലയാളികൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിനെ കർദിനാളാക്കി ഉയർത്തുന്നതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബ ഇടവകയായ മാമൂട് ലൂർദ് മാതാ ദേവാലയം. വൈകിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം നടക്കുമ്പോൾ ലൂർദ് മാതാ പള്ളിയിൽ ചടങ്ങുകൾ കാണാനായി ഇടവകാംഗങ്ങൾക്ക് പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രൂപതയുടെ മാത്രമല്ല ഇന്ത്യയുടെ കൂടെ അഭിമാന നിമിഷമാണിതെന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം കൈക്കൊള്ളുന്ന നിലപാടുകളാണ് പ്രധാനമെന്നും ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ ജോൺ വി തടത്തിൽ പറഞ്ഞു. ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വത്തിക്കാനിൽ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് ഇന്ന് കർദിനാളായി ഉയർത്തപ്പെടുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ചങ്ങനാശ്ശേരിയിലുള്ള ആളുകളും.
അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ലൂർദ് മാതാ പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ലൂർദ് മാതാ പള്ളിയിലാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടവക, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ഇടവക കൂടിയാണ്. എന്തായാലും പള്ളിയിലെ അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. ഫാദർ ജോൺ വി തടത്തിലാണ്. വലിയ സന്തോഷമായിരിക്കും അല്ലേ എല്ലാവർക്കും? ഈ ഇടവകയ്ക്ക് മുഴുവൻ വലിയ സന്തോഷത്തിന്റെ അവസരമാണിത്. കാരണം ഈ ഇടവകക്കാരനായ ഇടവകയിലെ കൂവക്കാട്ട് ജേക്കബിന്റെയും ലീലാമ്മയുടെയും മകൻ ഫാദർ ജോർജ്, ആർച്ച് ബിഷപ്പ് ജോർജായി ഇന്ന് അദ്ദേഹം വത്തിക്കാനിൽ വെച്ച് കർദിനാളായിട്ട് ഉയർത്തപ്പെടുകയാണ്. വലിയ ഒരു സന്തോഷമാണ്. ഇടവക മുഴുവൻ സന്തോഷിക്കുകയാണ്. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു. അതുപോലെ വൈകുന്നേരം വത്തിക്കാനിൽ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ വൈകിട്ട് 5 മണിക്ക് കുർബാനയുണ്ട്. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇവിടെ ദേവാലയത്തിൽ തന്നെ വലിയ സ്ക്രീനിൽ വത്തിക്കാനിൽ നടക്കുന്ന കർമ്മങ്ങൾ കാണിക്കും. അപ്പോൾ അത് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കാണാനും പ്രാർത്ഥിക്കാനും ആ വത്തിക്കാനിലെ കർമ്മങ്ങളിൽ ഇവിടെ നിന്ന് തന്നെ പങ്കെടുക്കാനായിട്ടൊക്കെയുള്ള ഒരു അവസരമാണ്. ഇടവക മുഴുവൻ ആകപ്പാടെ സന്തോഷത്തിലാണ്. എല്ലാ തരത്തിലും ഒരു സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ഒരു അവസരമാണിത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ വത്തിക്കാനിലേക്ക് പോയിട്ടുണ്ട് അല്ലേ? അതിൽ അവരെ വന്നിരുന്നോ? ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു? അവര് മാതാപിതാക്കള് വളരെ സന്തോഷത്തോടെയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം വലിയൊരു അഭിമാനമാണല്ലോ അവരുടെ മകനെ വത്തിക്കാനിൽ പരിശുദ്ധ കത്തോലിക്ക സഭയെ സംബന്ധിച്ചോളം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് നിന്ന് സേവനം ചെയ്യാനായിട്ട് അവസരം കിട്ടിയ ആ മകൻ ഏറ്റവും നന്നായിട്ട് തന്നെ ആ സേവനം ചെയ്തു. ആ ശുശ്രൂഷ നന്നായിട്ട് നിറവേറ്റി. അതിന്റെ ഫലമായിട്ട് മാർപ്പാപ്പയ്ക്ക് അദ്ദേഹത്തോടുണ്ടായ താല്പര്യവും അദ്ദേഹത്തിന്റെ വിനയവും അദ്ദേഹത്തിന്റെ നന്മകളുമൊക്കെ മനസ്സിലാക്കിയ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായിട്ട് ഉയർത്തുകയായിരുന്നു. അപ്പോൾ അത് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. അതുകൊണ്ട് അവർ കർദിനാളായിട്ട് ഉയർത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വത്തിക്കാനിലേക്ക് പോയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുണ്ട് 10-30 പേരോളം ഒന്നിച്ച് അവിടെ പോയിരിക്കുകയാണ്. അവർ വത്തിക്കാനിൽ നിന്ന് പ്രതീക്ഷയോടുകൂടി ആ കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന ആ ചടങ്ങുകളിൽ അവർ പങ്കെടുക്കും. അദ്ദേഹം ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞ ശേഷം ഇവിടെ വെച്ച് നമ്മൾ വലിയൊരു സ്വീകരണം നൽകിയായിരുന്നു. ഇവിടെ വന്നിരുന്നു അല്ലേ? ഇവിടെ വന്നു. അപ്പോഴത്തേക്ക് ഈ ഇടവക ജനം മുഴുവൻ ഒന്നിച്ച് വലിയ സന്തോഷത്തോടുകൂടി ദേവാലയത്തിൽ സ്വീകരിച്ചു. അതിനുശേഷം പൗരസ്വീകരണം ഉണ്ടായിരുന്നു. പൊതുജനങ്ങളുടെയും പിന്നെ ഗവൺമെന്റിന്റെ പ്രതിനിധികളൊക്കെ വന്ന് പങ്കെടുത്ത് വലിയൊരു സർവ്വമത, ഈ പ്രദേശത്തുള്ള എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആൾക്കാരുടെ പ്രാതിനിധ്യത്തോടുകൂടി എല്ലാവരുടെയും കൂടി ഈ പ്രദേശത്തിന് മുഴുവനായിട്ടുള്ള ഒരു വലിയ സ്വീകരണം അവിടുത്തെ. അതും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അദ്ദേഹവും വളരെ സന്തോഷത്തോടുകൂടിയാണ് അതെല്ലാം ആ സ്വീകരണ പരിപാടികളിലെല്ലാം പങ്കെടുത്ത് സന്തോഷത്തോടുകൂടി ഇവിടുന്ന് പോയത്. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ 10 ദിവസത്തെ സന്ദർശനത്തിനായി കൊച്ചിയിലെത്തി. അന്തരിച്ച ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40ാമത് ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ എപ്പിസ്കോപ്പൽ സിനഡിലും അദ്ദേഹം പങ്കെടുക്കും. ദുബായിൽ നിന്ന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ബാവയെ യാക്കോബായ സഭ മലങ്കര മെത്രാപ്പോലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസും സഭാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. പുത്തൻകുരിശ് പാർത്രിയാർക്ക സെന്ററിലെത്തി ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തി. ഞായറാഴ്ച രാവിലെ മലയക്കുരിശ് ദയറയിൽ കുർബാനയർപ്പിക്കും. ഉച്ചയ്ക്ക് 3:30 പുത്തൻകുരിശ് പാർത്രിയാർക്ക സെന്ററിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സിനഡിൽ പങ്കെടുക്കും. 9 രാവിലെ പുത്തൻകുരിശ് പാർത്രിയാർക്ക കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലും നേർച്ചസദ്യയിലും പങ്കെടുക്കും. 10 മഞ്ഞനിക്കരയിലേക്ക് പോകും. 17 രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പാർത്രിയാർക്കീസ് ബാവ മടങ്ങും. പുതിയ കാതോലിക്ക ബാവയുടെ പ്രഖ്യാപനം സംബന്ധിച്ച കാര്യങ്ങൾ സിനഡിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചയുടെ പ്രതീക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പാർത്രിയാർക്കീസ് ബാവ എത്തുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾക്ക് ഈ കാലയളവിൽ തുടക്കമിടുമെന്ന പ്രതീക്ഷയുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ പേജുകൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം. ഒളിപ്പിച്ചു വെച്ച വിവരങ്ങൾ പുറത്തുവിടണോ എന്നുള്ള അപ്പീലിൽ വിവരാവകാശ കമ്മീഷൻ തീരുമാനം പിന്നീടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഈ പേജുകൾ പുറത്തുവിടും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൂടി കിട്ടിയിട്ടുണ്ടെന്നും അത് പരിഗണിച്ച ശേഷം പുറത്തുവിടാമെന്നുമാണ് വിവരാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ നിലപാട്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും ആസൂത്രിതമായി ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലാണ് കമ്മീഷന്റെ പരിഗണനയിലുള്ളത്. ഇതിൽ രാവിലെ 11-ന് ഉത്തരവിറക്കുമെന്നായിരുന്നു അറിയിപ്പ്. അതനുസരിച്ച് അപ്പീൽ നൽകിയവരും മാധ്യമങ്ങളും വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെത്തി. 11:15 ഇന്ന് ഉത്തരവുണ്ടാകില്ലെന്ന് അറിയിപ്പുണ്ടായി. ആരാണ് പരാതിക്കാരെന്നോ എന്താണ് പരാതിയെന്നോ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല. വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ പറയുന്ന ഏത് വിവരവും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു. ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റ് തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി പറയുകയാണ്, അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ട്. അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടാറുള്ളത്. വിവരാവകാശ കമ്മീഷന് ഉള്ള അധികാരം അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവർ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളെന്തിനാ മറച്ചു വെക്കുന്നു? റിപ്പോർട്ടിലെ 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളും 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചരണത്തിനിടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ നിലപാട്. അക്കാര്യത്തിൽ ഖേദപ്രകടനത്തിന് തയ്യാറായെന്നും സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് കമ്മീഷൻ വീണ്ടും റിപ്പോർട്ട് വിളിച്ചുവരുത്തി പരിശോധിച്ചത്. ഒഴിവാക്കിയ 101 ഖണ്ഡിക പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീമിന് ഉത്തരവിടുമെന്നായിരുന്നു സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. വൈദ്യുതി നിരക്ക് കൂട്ടിയതിന് പിന്നിൽ അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും. അദാനിക്ക് കടന്നുവരാൻ സർക്കാർ അവസരമുണ്ടാക്കിയെന്നും ചെന്നിത്തല പറഞ്ഞു. എന്നാൽ അദാനിയോട് പ്രത്യേക താൽപര്യമില്ലെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കരാറുകൾ റദ്ദാക്കിയത് KSEB അല്ല, റെഗുലേറ്ററി കമ്മീഷനാണെന്നാണ് മന്ത്രിയുടെ നിലപാട്. വളരെ വില കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ദീർഘകാല കരാർ റദ്ദാക്കിക്കൊണ്ട് അതിന്റെ ഇരട്ടിയിലധികം തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് 2016 ഒരു യൂണിറ്റിന് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെ നിരക്കിൽ ദീർഘകാല കരാർ ഒപ്പിട്ടിരുന്നു. ആ ദീർഘകാല കരാറ് റദ്ദാക്കിക്കൊണ്ട് ഇന്ന് യൂണിറ്റിന് 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെ നൽകിയാണ് ഇപ്പോൾ കറണ്ട് വാങ്ങുന്നത്. അതായത് കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. KSEB ഒരു കമ്പനിയാക്കിയ ശേഷം സർക്കാരിന് ഇടപെടുന്നതിനൊക്കെ പരിമിതിയുണ്ട്. പലപ്പോൾ നയപരമായ തീരുമാനം എന്തെങ്കിലും എടുക്കുന്നതിൽ സർക്കാർ ഇടപെടും. ബാക്കിയുള്ളതെല്ലാം അവർക്ക് തന്നെ സ്വന്തമായി ചെയ്യാനാണ് കമ്പനി രൂപീകരിച്ചത്. അതാണ് അതിൽ വസ്തുത. അപ്പോൾ ഇതിനെക്കുറിച്ച് അസംബ്ലിയിൽ ഒരു ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ വ്യക്തമായ മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ദീർഘകാല കരാറുകളൊന്നും അപ്ലൈറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ 2014-15 കാലയളവിൽ ഒപ്പുവെച്ച ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ അംഗീകാരം നൽകണമെന്ന് KSEBിന്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 10/5/2003 പുറപ്പെടുവിച്ചു. വൈദ്യുതി നിരക്ക് കൂട്ടിയതിൽ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരം പൂവച്ചൽ KSEB ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ സംഘടനകൾ വൈദ്യുതി നിരക്ക് കൂട്ടിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാദ പ്രസംഗവുമായി വീണ്ടും MM മണി. അടിച്ചാൽ തിരിച്ചടിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. എങ്കിലേ പ്രസ്ഥാനം നിലനിൽക്കൂ. പ്രതിഷേധിക്കുമ്പോൾ ജനങ്ങളെ കൂടെ നിർത്തണം. അടിച്ചാൽ ആളുകൾ നന്നായി എന്ന് പറയണമെന്നും MM മണി. ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിലാണ് MM മണിയുടെ ഈ പ്രസംഗം. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താൻ. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയാം. അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ, കല്ലുകൊള്ളാൻ തന്നെ ആരും. അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തമാശല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നായകന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ
അടിച്ചിട്ടുണ്ട്. മരിച്ചുപോയ നമ്മുടെ സഹാക്കൾ മരിച്ചുകൊണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട്. നേരിട്ട് അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന പ്രസ്ഥാനം കാണുന്നില്ല. നിങ്ങൾ പലരും നേരിട്ട് നിന്ന് അടിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്നോർത്തപ്പോൾ നാളെ മുതൽ ഇറങ്ങി കവലയിലിറങ്ങി സംഘർഷം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിർത്തിയല്ല. സമാധാനമില്ലാത്ത പോകരുതെന്ന് നമ്മുടെ കൂടെ ആരും നിൽക്കുകയല്ല. ആളുകൾ പറയണം നമ്മളെ അടിച്ചാൽ തിരിച്ചടിച്ചു, അത് കൊള്ളാം. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കുക. അത് ശരിയായില്ല മണി സഖാവ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ സഹാക്കന്മാരും അങ്ങനെ ചെയ്താൽ പിന്നെ പ്രസ്ഥാനം കാണുമോ? കാണുമില്ല. അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു പറഞ്ഞാൽ ശരിയല്ല. അത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ഇത് ബലപ്രയോഗത്തിന്റെ നിയമമുള്ള. കമ്മ്യൂണിസ്റ്റുകാര് ബലപ്രയോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം. പ്രിൻസ് പി ജെയിംസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് എം എം മണി ഈ രീതിയിൽ പ്രസംഗിച്ചത്? ബലപ്രയോഗത്തിലൂടെ നേരിടണം എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. മഞ്ജുഷ്, ചന്ദൻപാറ ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനത്തിലാണ് എം എം മണി ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എത്തരത്തിലുള്ള പ്രസ്ഥാനം മുൻപോട്ട് പോകുന്നതിന് എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എം എം മണി. ആ പ്രസ്ഥാനം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കയ്യാങ്കളി ആവശ്യമാണ് എന്ന തരത്തിലുള്ള പ്രസംഗമാണ് എം എം മണി നടത്തിയിരിക്കുന്നത്. മുൻപ് താനടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ കയ്യാങ്കളി നടത്തിയിട്ടുണ്ട്. അടി കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അത് ജനങ്ങൾ ഇത് നല്ലതാണ്, അത്തരത്തിലുള്ള വർധനമൊക്കെ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത് തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് എം മണി സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസ്ഥാനം മുൻപോട്ട് പോകുള്ളൂ. അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്ന ആളുകളെ ഉത്പാദിപ്പിക്കുന്ന, അതായത് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഉത്ബോധിപ്പിക്കുന്ന തരത്തിലാണ് എം എം മണി പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും മർദ്ദനം ഒക്കെ നടത്തി വേണം പ്രസ്ഥാനം മുൻപോട്ട് പോകേണ്ടത്. അത്തരത്തിൽ ആവശ്യമെങ്കിൽ അത് തന്നെ സ്വീകരിക്കണം. ആളുകൾ അത് നന്നായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് അങ്ങനെ ചെയ്യണം. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുൻപും ഇത്തരത്തിലൊക്കെ തന്നെയാണ് നിലനിന്നതും. മുൻപുള്ള കാലങ്ങളിൽ മരിച്ചുപോയവരടക്കമുള്ളവർ ഇത്തരത്തിൽ ആവശ്യമായ സാഹചര്യങ്ങളിൽ അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. താനടക്കമുള്ള നേതാക്കളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എം എം മണിക്ക്. ശരി, പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. തല്ലി തന്നെയാണ് പ്രസ്ഥാനത്തെ വളർത്തേണ്ടത്. ഇതാണ് എം എം മണിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം നവീൻ ബാബുവിന്റെ കുടുംബം തള്ളിക്കളഞ്ഞു. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞതെന്ന് വ്യക്തമാക്കിയ കുടുംബം ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചില്ലെന്നും പറയുന്നു. നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉള്ളടക്കവും പുറത്തു വന്നിട്ടുണ്ട്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. പോലീസ് സംഭവസ്ഥലത്തെത്താൻ വൈകി. മൊഴി രേഖപ്പെടുത്തുന്നതിൽ കാലതാമസമുണ്ടായി തുടങ്ങി. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലം. ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും നടപടികൾ പൂർത്തീകരിച്ചത് പരിയാരത്താണ്. ആന്തരികാവയവങ്ങളും സാമ്പിളുകളും രാസപരിശോധനയ്ക്ക് അയക്കാറുണ്ടെങ്കിലും അതുണ്ടായില്ല. ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചു. മരണവിവരമറിഞ്ഞ് 4 മണിക്കൂറിനകം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവെന്നും എന്നാൽ ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലെത്തിയത് 15 മണിക്കൂറിന് ശേഷമെന്നുമായിരുന്നു സത്യവാങ്മൂലത്തിലെ പരാമർശം. കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യമോ ഇല്ലെന്നും സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. മൃതശരീരത്തിൽ മറ്റു മുറിവുകൾ കണ്ടെത്താനായില്ല. കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് ഫോറൻസിക് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. അതിനിടെ നവീൻ ബാബുവിൻ്റേത് തൂങ്ങിമരണമെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉള്ളടക്കവും പുറത്തുവന്നു. എന്നാൽ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല. പത്തനംതിട്ട, കൊച്ചി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് ധോണി ആനത്താവളത്തിലെ കുങ്കിയാന അഗസ്ത്യന് നേരെ കാട്ടാനയുടെ ആക്രമണം. സോളാർ വേലി തകർത്ത് ക്യാമ്പിനകത്ത് കയറിയ ഒറ്റയാനാണ് അഗസ്ത്യനെ കുത്തിവീഴ്ത്തിയത്. ധോണിയുടെ സമീപ പ്രദേശമായ മായാപുരത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ മേഖല വന്യമൃഗഭീതിയിലാണ് ഇപ്പോൾ. ധോണിയിലെ ആനക്യാമ്പിൽ 2 ആനകളാണുള്ളത്. കുംകി ആനയായ അഗസ്ത്യനും കുംകി പരിശീലനം നേടിയ PT7 എന്ന ധോണിയും.
വനമേഖലയോട് ചേർന്നുള്ള ക്യാമ്പ് തുടർച്ചയായി മതപ്പാടൽ ഒറ്റയാൻ ലക്ഷ്യം വയ്ക്കുകയാണ്. ഒരാഴ്ചക്കിടെ 2 തവണ ഒറ്റയാൻ ക്യാമ്പിനുള്ളിലെത്തിയെങ്കിലും പാപ്പാന്മാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തുരത്തി. എന്നാൽ ഇന്നലെ രാത്രി സോളാർ വേലി തകർത്ത് ക്യാമ്പിനകത്ത് കയറിയ ഒറ്റയാൻ അഗസ്ത്യനെ കുത്തിവീഴ്ത്തി. ആക്രമണത്തിൽ അഗസ്ത്യന്റെ ചെവിക്ക് സാരമായി പരുക്കേറ്റു. ഒറ്റയാനെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെ വീണ് പാപ്പാന് പരുക്കേറ്റിട്ടുണ്ട്. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് PT-7 മറ്റൊരിടത്തേക്ക് മാറ്റിത്തളച്ചു. ഒറ്റയാൻ വനാതിർത്തിയിൽ തുടരുന്നത് പ്രദേശവാസികൾക്കും ആശങ്ക കൂട്ടുന്നുണ്ട്. അതിനിടെ ധോണിയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള മായാപുരത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. മായാപുരം സ്വദേശി ജയശ്രീയുടെ വീട്ടിലെ കോഴിക്കൂട് തകർത്ത പുലി കോഴിയെ കൊണ്ടുപോയി. CCTV ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ചുറ്റുവട്ടമുള്ളവർ കാട് വെട്ടിക്കുന്നതിൽ പഞ്ചായത്ത് വകുപ്പ് ശ്രദ്ധിക്കണം. കൂടാതെ ഇലക്ട്രിക് ഫെൻസിങ്, കൃത്യമായ മെയിൻ്റനൻസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങൾ പാവപ്പെട്ട നാട്ടുകാർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് സസ്പെൻഷനിലായ വ്യവസായ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെ രക്ഷപ്പെടുത്താൻ സർക്കാരിന്റെ നീക്കം. ഗോപാലകൃഷ്ണൻ പോലീസിൽ നൽകിയ വ്യാജ പരാതിയെക്കുറിച്ച് ചാർജ് മെമ്മോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അതിനെതിരെ ഉദ്യോഗസ്ഥ പോലീസിന് നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ചാർജ് മെമ്മോയുടെ ഭാഗമാക്കിയിട്ടില്ല. സംസ്ഥാനത്തെ ഹിന്ദു IAS ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് കെ ഗോപാലകൃഷ്ണൻ IASനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ തന്നെ ചീഫ് സെക്രട്ടറി ചാർജ് മെമ്മോ നൽകി. എന്നാൽ ഗോപാലകൃഷ്ണനെതിരെയുള്ള ഗുരുതര കണ്ടെത്തലുകളും ആരോപണങ്ങളും ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് മാത്രമാണ് കുറ്റാരോപണ മെമ്മോയിൽ പറയുന്നത്. തന്റെ ഫോൺ ഹാക്ക് ചെയ്താണ് 11 ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും അത് വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ ഒരു IAS ഉദ്യോഗസ്ഥൻ വ്യാജ പരാതി നൽകിയത് ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ് സൃഷ്ടിച്ചതിന് പിന്നാലെ ഒരു വനിതാ IAS ഉദ്യോഗസ്ഥ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പരാതി നൽകിയിരുന്നു. സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു പരാതി. ഇതിന്റെ പോലീസ് റിപ്പോർട്ടും ചാർജ് മെമ്മോയുടെ ഭാഗമാക്കിയിട്ടില്ല. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഗുരുതര കുറ്റകൃത്യമല്ലാത്തതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചാൽ ഗോപാലകൃഷ്ണന് രക്ഷപ്പെടാൻ കഴിയും. ഒക്ടോബർ 31 ഗോപാലകൃഷ്ണൻ ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. രാത്രി 9:35 ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാരെ റിമൂവ് ചെയ്തു. എന്നാൽ ഫോൺ ഹാക്ക് ചെയ്തെന്ന വിശദീകരണം ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടവർക്ക് ഗോപാലകൃഷ്ണൻ നൽകിയത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:28 ഗ്രൂപ്പ് വ്യാജമായി ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ അത് അംഗങ്ങളെ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ നടൻ ദിലീപിന് VIP പരിഗണന നൽകിയതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി. ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകാൻ കോടതി ഇടക്കാല ഉത്തരവ് നൽകി. തിരുവനന്തപുരം പാലോട് ഭർതൃവീട്ടിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവം കൊലപാതകമാണെന്ന് കുടുംബം. പെൺകുട്ടിയുടെ അച്ഛൻ പാലോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ മർദ്ദനമേറ്റത് കാരണമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് കൊളച്ചൽ കൊന്നമൂട് സ്വദേശിനിയായ ഇന്ദുജയെ പാലോട്ടെ ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 മാസം മുമ്പാണ് സ്വകാര്യ ലാബിലെ ജീവനക്കാരിയായ ഇന്ദുജയും അഭിജിത്തും പ്രണയവിവാഹിതരായത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പരാതിയുമായി ഇന്ദുജയുടെ കുടുംബം രംഗത്തെത്തിയത്. സംഭവിച്ച എൻ്റെ മോളെ ഈ കക്ഷി അഭിജിത്ത് എന്ന് പറഞ്ഞ കക്ഷി എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് 4 മാസമായി. 4 മാസമായിട്ട് മോള് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവളെ ദേഹത്ത് മൊത്തം മുറിവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ മോളെ ഭർത്താവ് അവളെ ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നു. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ഇൻക്വസ്റ്റിൽ മുറിവേറ്റ പാടുകൾ ശരീരത്തിൽ കണ്ടെത്തിയതായാണ് സൂചന. ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ അതിന്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പറയാം. വീട്ടിലെ കിടപ്പുമുറിയിലെ ജനാലയിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടതെന്നാണ് അഭിജിത്ത് പോലീസ് നൽകിയ മൊഴി. വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം.
കടുത്ത പോലീസ് നടപടിയെ തുടർന്ന് ഇന്നലെ നിർത്തിവെച്ച ഡൽഹി ചലോ മാർച്ച് വീണ്ടും നടത്താൻ കർഷക സംഘടനകൾ തീരുമാനിച്ചു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് നാളെ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലാണ് കർഷക പ്രതിഷേധം പുനരാരംഭിച്ചത്. പ്രതീകാത്മകമായി 101 കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് നാളെ നടത്താനാണ് തീരുമാനം. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നാളെ മാർച്ച് നടത്തുമെന്ന് കർഷക സമര നേതാവ് സർവൻ സിംഗ് പാന്തർ പറഞ്ഞു. കർഷകരുടെ ആവശ്യം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായേക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരോ BJP നേതാക്കളോ അത്തരത്തിൽ അനുകൂല പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ കർഷകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അരാജകത്വം എന്ന് വിളിക്കുകയും ചെയ്തു. കടുത്ത പോലീസ് നടപടിയെയും അക്രമത്തെയും തുടർന്നാണ് മാർച്ച് ഇന്നലെ നിർത്തിവെച്ചത്. നിരവധി കർഷകർക്ക് പരിക്കേറ്റിരുന്നു. മാർച്ച് നടത്താൻ തീരുമാനിച്ചതിനെ തുടർന്ന് ശംഭു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകർ എത്തിത്തുടങ്ങി. മാർച്ച് തടയാൻ ഹരിയാന സർക്കാരും കൂടുതൽ സന്നാഹങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇരുമ്പ്, കോൺക്രീറ്റ് ബാരിക്കേഡുകൾ മുതൽ മുള്ളുകമ്പിയും തറയിൽ ആണിനിരത്തിയുള്ള തടയണ വരെ പല തട്ടുകളായി റോഡിൽ നിരത്തിയിരിക്കുകയാണ്. പ്രദേശത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഡൽഹി ചലോ നടന്നാലും ഇല്ലെങ്കിലും ശംഭുവിൽ സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7100, പവന് 56,800. 18 ക്യാരറ്റ് ഗ്രാമിന് 5875, പവന് 47,000. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും. ബിജോയ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു. ആ തരത്തിലുള്ള ആരോപണങ്ങളാണ്. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെക്രട്ടറി ആയതിനു ശേഷം ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ പാർട്ടിയിൽ കാണൂലെന്ന് വിരട്ടുകയാണ്. എന്റെ സ്വഭാവം അനുസരിച്ച് ഷാർപ്പായി തന്നെ പറയും. മധു മുലശ്ശേരിയുടെ ഒരു പ്രസ്താവനയാണ്, ഞാൻ നല്ല ഒന്നാന്തരം നായരാണ്. ഒരു വർഗീയത മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ആളാണെന്നുള്ളത്. തോറ്റപ്പോൾ ചിരിച്ച സ്ഥാനാർത്ഥിയാണ് ബിജോയ്. ചിലപ്പോൾ കാറി കിടന്നുറങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ റിസ്ക് എടുത്തതാണ്. അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ, ഇയാൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാതിരുന്നത് പോലെയല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരുന്നത് പോലെയല്ല, നാട്ടുകാരന്റെ കാശ് പിരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചതുപോലെയല്ല. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റിംഗിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി. ആരെയാണ് വിട്ടികളാക്കാൻ നോക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദ്യം. ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ അടിയന്തര ആവശ്യത്തിന് എത്ര ചെലവഴിക്കണമെന്ന് ധാരണയില്ല. SDRFൽ നീക്കിയിരിപ്പുള്ള 677 കോടി രൂപ കൈവശമില്ല. അതിനാലാണ് അടിയന്തര ആവശ്യങ്ങൾ ഫണ്ട് ചെലവഴിക്കാനാവാത്തതെന്ന് വിമർശനം. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത്